ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സകലകലാവല്ലഭൻ എന്നറിയപ്പെടുന്ന കമലഹാസനെ കുറിച്ചിട്ട്. കമലഹാസന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കമലഹാസൻ മലയാളിയാണെന്നാണ് എൻ്റെയൊക്കെ ധാരണ. ചെറുപ്പത്തിൽ കമലഹാസൻ മലയാള സിനിമയിലാണ് ആദ്യകാലത്ത് കൂടുതൽ അഭിനയിച്ചിരുന്നത്. ഒരു തമിഴ് നടനാണെന്ന് അന്നൊന്നും ഞങ്ങൾക്ക് തീരെ അറിയില്ല കമലഹാസനെ കുറിച്ച്. പിന്നീട് കമലഹാസൻ മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തമിഴ് പടം വന്നു, ശിവാജിൻ്റെ നാം പിറந்த മൺ എന്ന് പറഞ്ഞു. നാം പിറந்த മൺ, അതിൻ്റെ പോസ്റ്ററിൽ കമലഹാസനെയും കണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം, കമലഹാസൻ തമിഴ് പടത്തിലും അഭിനയിക്കാൻ തുടങ്ങി. സത്യത്തിൽ കമലഹാസൻ പണ്ടേ തമിഴിൽ അഭിനയിക്കുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ല. അങ്ങനെ എല്ലാവരും പോസ്റ്റർ നോക്കിയത് ശിവാജിൻ്റെ അടുത്ത് കമലഹാസൻ നിൽക്കുന്നത്. ഞാനത് തുടക്കത്തിൽ തന്നെ പോയിട്ട് കണ്ട്. അപ്പോൾ കമലഹാസനെ തമിഴ് സിനിമ കണ്ട ഭയങ്കര അതിശയം. ശിവാജിയുടെ മകനായിട്ട്, ശിവാജിയാണ് നായകൻ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതേ ഒരു ഉദാഹരണം പറഞ്ഞു, മലയാളി നമ്മൾ ധരിച്ചതിനെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് കമലഹാസൻ മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ, അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല അഭിനയമുള്ള നടനാരാൻ ചോദിക്കുമ്പോൾ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അധികം ആൾക്കാരോട് ഏറ്റവും നല്ല അഭിനയമായിരുന്നാൻ ചോദിക്കുമ്പോൾ ഒരുവിധ ആളെല്ലാം കമലഹാസൻ പറയുക. അത് നമ്മളെപ്പോലത്തെ ആൾക്ക് അതിശയമാണ്. നസീർ സാറിന് പറയാതെ എന്ത് ഇവരെല്ലാം കമലഹാസൻ്റെ പേര് പറയുന്നു. പിന്നീട് കമലഹാസൻ തമിഴിലേക്ക് പോയല്ലേ സ്ഥിരമായിട്ട്. 78-79 കാലത്ത് തമിഴിലേക്ക് പോയി. അപ്പോൾ തമിഴിൽ പോയിട്ട് പിന്നെ അവിടെ വെന്നിക്കൊടി പാറിച്ച്. സത്യത്തിൽ മലയാളത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കമലഹാസൻ തമിഴിലുണ്ട്, പക്ഷെ സ്ഥിരമായിട്ട് തമിഴിലേക്ക് പോയി. എന്നിട്ടും കമലഹാസനെ ഇതുവരെ സൂപ്പർ സ്റ്റാർ എന്നാരും വിളിച്ചിട്ടില്ല. ഇത്രയും കഴിവുള്ള നടൻ, എല്ലാം കൈകാര്യം ചെയ്യുന്ന ആക്ഷൻ, പാട്ടിന് പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടായിട്ട് കമലഹാസൻ ഇതുവരെ ആരും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാനില്ല. അതേസമയം ഇവിടെ ഒരു കഴിവില്ലാത്ത അഭിനയിക്കാൻ അറിയാത്ത സുരേഷ് ഗോപിനെ വരെ സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുക. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ടോ. ഈ കമലഹാസൻ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ധർമ്മേന്ദ്ര എത്ര നല്ല നല്ല പിന്നെ ആക്ഷൻ കൈകാര്യം ചെയ്യും. പാട്ടിന് പാട്ട്, കോമഡി എല്ലാം ഉണ്ടായിരുന്നു. ധർമ്മേന്ദ്രൻ്റെ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്ര ഇതുവരെ ആരും പറഞ്ഞ കേട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. ധർമ്മേന്ദ്ര അടക്കടക്കുന്നു, സുരേഷ് ഗോപി അടക്കടക്കുന്നു, കമലഹാസൻ അടക്കടക്കുന്നു, സുരേഷ് ഗോപി അടക്കടക്കുന്നു. അപ്പോൾ മലയാളികൾക്ക് ചെറിയ കാര്യം കിട്ടുന്നത് മലയാളികൾ വലുതാക്കി വെക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ.